വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് തേർഡ് സെമസ്റ്റർ ഡ്രാമയിലെ വാട്ട് മേക്സ് പെർഫോമൻസ് സ്റ്റഡീസ് സ്പെഷ്യൽ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. അമേരിക്കൻ പെർഫോമൻസ് തിയറിസ്റ്റ് റിച്ചാർഡ് ഷെച്ച്നറുടെ പെർഫോമൻസ് സ്റ്റഡീസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന ബുക്കിൽ നിന്നുള്ളൊരു പാർട്ടാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് വരുന്നത്. നമ്മളിവിടെ ഈ ചാപ്റ്ററിൻ്റെ ഒരു സമ്മറിയും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ സമ്മറി നോക്കാം. The article begins by identifying 4 features that make performance studies distinctive. അപ്പോൾ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ തന്നെ പറയുന്നത് വാട്ട് മേക്സ് പെർഫോമൻസ് സ്റ്റഡീസ് സ്പെഷ്യൽ എന്നാണ്. എന്തുകൊണ്ടാണ് പെർഫോമൻസ് സ്റ്റഡീസ് സ്പെഷ്യൽ ആകുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ പെർഫോമൻസ് സ്റ്റഡീസിനെ സ്പെഷ്യൽ ആക്കുന്ന 4 ഫീച്ചേഴ്സ് ആണുള്ളതെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ആർട്ടിക്കിൾ ആരംഭിക്കുന്നത്. ഫസ്റ്റ്, ഇറ്റ് റിഗാർഡ്സ് ഹ്യൂമൻ ബിഹേവിയർ ആസ് ഇറ്റ്സ് സെൻട്രൽ ഒബ്ജക്റ്റ് ഓഫ് സ്റ്റഡി. ആദ്യം പറയുന്നത് പെർഫോമൻസ് സ്റ്റഡിക്കകത്ത് പഠന വിധേയമാക്കുന്നത് മനുഷ്യരുടെ പെരുമാറ്റത്തെ കുറിച്ചിട്ടാണ്. പെർഫോമൻസ് എന്ന് പറയുന്നത് മനുഷ്യരുടെ പ്രവൃത്തികൾ, ആക്ഷൻസ്, ബിഹേവിയേഴ്സ് എന്നെല്ലാമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ മനുഷ്യരുടെ ബിഹേവിയറിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് എന്നുള്ളത് ഇതിനെ സ്പെഷ്യലാക്കുന്ന ഒരു ഘടകമായിട്ട് പറയുന്നു. It focuses on the actions that people perform rather than on archives of records and artifacts. അപ്പോൾ മറ്റ് പഠന വിഷയങ്ങളിലൊക്കെ നമ്മൾ ആർട്ടിഫാക്ട്സ് അല്ലെങ്കിൽ ആർക്കൈവ്സ്, അതായത് പുസ്തകങ്ങളോ ചരിത്രരേഖകളോ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങുകളോ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് മറ്റ് കൾച്ചറൽ സ്റ്റഡീസിനകത്ത് പഠന വിധേയമായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ പക്ഷേ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് എന്നുള്ള ഒരു കാരണം കൊണ്ട് ഇത് സ്പെഷ്യലാണെന്ന് പറയുന്നു. സെക്കൻഡ്, ഇറ്റ് ഇൻ്റഗ്രേറ്റ്സ് സ്കോളർഷിപ്പ് വിത്ത് ആർട്ടിസ്റ്റിക് പ്രാക്ടീസ്. രണ്ടാമത്തെ സ്പെഷ്യാലിറ്റി ആയിട്ട് പറയുന്നത് ഈ സ്കോളർഷിപ്പും ആർട്ടിസ്റ്റിക് പ്രാക്ടീസും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നു. അതായത് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ തന്നെ ഇതിനെക്കുറിച്ച് പെർഫോം ചെയ്യുന്ന ആളുകൾ കൂടിയാണ് എന്ന രീതിയിലാണ് പറയുന്നത്. മെനി പെർഫോമൻസ് സ്കോളേഴ്സ് ആർ ഓൾസോ പ്രാക്ടീഷണേഴ്സ് ഹൂ വർക്ക് ഇൻ അവാൻഗാർഡ് ട്രഡീഷണൽ ആൻഡ് കമ്മ്യൂണിറ്റി കണ്ടക്ട്സ്. അപ്പോൾ സാധാരണഗതിക്ക് നമ്മൾ ക്രിറ്റിക്സ് അല്ലെങ്കിൽ വിമർശകർ, നിരൂപകർ എന്ന രീതിയിൽ ഇത് പഠിക്കുന്ന ഒരു വിഭാഗം ആളുകളും പെർഫോം ചെയ്യുന്ന വേറൊരു വിഭാഗം ആളുകളൊക്കെയാണ് മറ്റ് ഫീൽഡുകളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ പെർഫോമൻസ് സ്റ്റഡീസിനെ സ്പെഷ്യലാക്കുന്നത് ഇവിടെ പഠിക്കുകയും അതുപോലെ തന്നെ പെർഫോം ചെയ്യുകയും സാധാരണഗതിക്ക് ഒരേ ആളുകൾ തന്നെയാണ് എന്ന രീതിയിലാണ്. ദെൻ തേർഡ്, ഇറ്റ് പ്ലേസസ് ഹൈ വാല്യൂ ഓൺ ഫീൽഡ് വർക്ക് യൂസിങ് ദ മെത്തേഡ് ഓഫ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ ബോറോഡ് ഫ്രം ആന്ത്രപ്പോളജി. ഇനി മൂന്നാമത്തെ സവിശേഷതയായിട്ട് പറയുന്നത് ഫീൽഡ് വർക്കിന് ഈ ഒരു സ്റ്റഡിക്കകത്ത് വലിയ പ്രാധാന്യമുണ്ട്. ആന്ത്രപ്പോളജിയിലെ അല്ലെങ്കിൽ ഈ നരവംശാസ്ത്രത്തിലേതുപോലെ പാർട്ടിസിപ്പേറ്ററി ഒബ്സർവേഷൻ. ആന്ത്രപ്പോളജിക്കകത്ത് ഈ ട്രൈബൽസ് ആയിട്ടുള്ള ആളുകളുടെ റിച്വൽസിനെ കുറിച്ചോ മറ്റൊക്കെ പഠിക്കുന്ന സമയത്ത് അതവിടെ പോയി നേരിട്ട് കണ്ടുകൊണ്ട് അതിൽ പങ്കെടുത്തുകൊണ്ട് പഠിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ പാർട്ടിസിപ്പേറ്ററി ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ ഇവിടെ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത് എന്നുള്ളത് ഇതിൻ്റെ അടുത്തൊരു സവിശേഷതയായിട്ട് പറയുന്നു. However, this method is expanded to include the study of one's own culture or even one's own actions. എന്നാൽ ആന്ത്രപ്പോളജിയിൽ നിന്ന് ഇതിൽ വ്യത്യസ്തമായിട്ട് വരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു ആന്ത്രപ്പോളജിക്കകത്ത് ഈ ട്രൈബൽസിൻ്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവരുടെ കമ്മ്യൂണിറ്റിക്ക് പുറത്തുള്ള ആളുകളുടെ കൾച്ചറൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒബ്സർവേഷൻ നടത്തുന്നത്. എന്നാൽ പെർഫോമൻസ് സ്റ്റഡിക്കകത്ത് സ്വന്തം കൾച്ചറിലെ സ്വന്തം കമ്മ്യൂണിറ്റിയിലെ ആളുകളുടെ ആക്ഷൻസ്, ബിഹേവിയേഴ്സ്, പെർഫോമൻസ് ഒക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒബ്സർവ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്വയം തന്നെ ഒബ്സർവ് ചെയ്യുന്നു. നമ്മുടെ തന്നെ പെരുമാറ്റത്തെക്കുറിച്ച് നമ്മൾ ഒബ്സർവ് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ ഒരു ഔട്ട്സൈഡ് കമ്മ്യൂണിറ്റിയോ കൾച്ചറിനെയോ പഠിക്കുക എന്നല്ലാതെ സ്വന്തം കൾച്ചറിനെ കുറിച്ചിട്ടും കൂടി പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ സവിശേഷമായിട്ട് വരുന്ന മറ്റൊരു ഘടകമായിട്ട് പറയുന്നത്. Then fourth, performance studies take an active stance on social and political issues. ഇനി മറ്റ് അക്കാഡമിക്സിനേതുപോലെ ന്യൂട്രലാണ് എന്ന് പെർഫോമൻസ് സ്റ്റഡി പറയുന്നില്ല. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക അഭിപ്രായങ്ങളുണ്ട് എന്ന രീതിയിലാണ് പെർഫോമൻസ് സ്റ്റഡിക്കകത്ത് വരുന്നത്. ഇറ്റ് എൻകറേജസ് ദി അനാലിസിസ് ഓഫ് പൊളിറ്റിക്കൽ ഡയമെൻഷൻസ് ആൻഡ് റിഫ്ലക്ഷൻ ഓൺ വൺസ് ഓൺ ബയാസസ് ആൻഡ് പൊസിഷൻസ്. അപ്പോൾ ഓരോ പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ പൊളിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യലായിട്ടുള്ള സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഘടകങ്ങളെയൊക്കെ അനലൈസ് ചെയ്യുന്നതിനെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിത് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്വന്തം രാഷ്ട്രീയ അഭിപ്രായങ്ങളൊക്കെ എങ്ങനെ അതിനെ സ്വാധീനിക്കാം എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം എന്ന രീതിയിലും ഇതിനകത്ത് പറയുന്നു.
അപ്പോൾ ഇത്തരത്തിൽ പെർഫോമൻസ് സ്റ്റഡീനെ സ്പെഷ്യലാക്കുന്ന 4 ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് ഈ തുടക്കത്തിൽ നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ പെർഫോമൻസ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവാതെ നമുക്ക് ഈ രാഷ്ട്രീയമായിട്ടുള്ള വിശകലനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അടുത്ത സെക്ഷനിൽ എന്തായാലും ഈ പെർഫോമൻസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് തന്നെയാണ് പറയാൻ പോകുന്നത്. Schechner defines performance as a broad spectrum of human actions encompassing rituals, sports, play, popular entertainment, art, everyday roles and media. അപ്പോൾ പെർഫോമൻസ് എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ഈ ഒരു ബ്രോഡ് സ്പെക്ട്രം ഓഫ് ഹ്യൂമൻ ആക്ഷൻസ് ആണ്. മനുഷ്യരുടെ പ്രവർത്തികളുമായിട്ട് ബന്ധപ്പെടുന്ന വിവിധ മേഖലയിലുള്ള കാര്യങ്ങളെ പെർഫോമൻസ് ആയിട്ട് ഉൾപ്പെടുത്തുന്നു. അതിനകത്ത് ആർട്സ് വരുന്നുണ്ട്, സ്വാഭാവികമായിട്ടും സ്പോർട്സ് വരുന്നുണ്ട്, എൻ്റർടൈൻമെൻറ്റ്, മീഡിയ എല്ലാം വരുന്നുണ്ട്. അതുകൂടാതെ പ്രധാനമായിട്ട് വരുന്നത് എവരിഡേ റോൾസ് കൂടിയാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് ടീച്ചർ വരുന്ന സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്ന ഒരു പെർഫോമൻസ് ആണ്. അതല്ലെങ്കിൽ നമ്മൾ ഒരാളെ പരിചയപ്പെടുന്ന സമയത്ത് നമ്മൾ അവർക്ക് ഷേക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നത് ഒരു പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ പ്രത്യേക രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പെർഫോമൻസ് ആയിട്ടാണ് ഈ പെർഫോമൻസ് സ്റ്റഡിക്കകത്ത് കണക്കാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പെർഫോമൻസ് എന്ന് കണക്കാക്കാറുള്ള ആർട്സ്, സ്പോർട്സ്, എൻ്റർടൈൻമെൻറ്റ്, മീഡിയ എന്നിവയ്ക്ക് അപ്പുറത്തേക്ക് നമ്മൾ ബോധപൂർവം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ഒരു പെർഫോമൻസ് എന്ന രീതിയിലാണ് പെർഫോമൻസ് സ്റ്റഡിക്കകത്ത് വിലയിരുത്തുന്നത്. This definition departs from traditional Western understandings of performance. അപ്പോൾ പരമ്പരാഗതമായിട്ട് നമ്മൾ പെർഫോമൻസ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ഈ വെസ്റ്റേൺ കൾച്ചറിനകത്ത് പറയുന്നത്, നമ്മൾ പാട്ട്, ഡാൻസ് തുടങ്ങിയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പെർഫോമൻസ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ റിച്വൽസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പെർഫോമൻസ് എന്ന രീതിയിൽ പറയുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ പറഞ്ഞു അത്തരത്തിലല്ല, നമ്മുടെ എവരിഡേ ലൈഫിനകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കൂടി എന്താണ് പെർഫോമൻസ് ആയിട്ടാണ് ഉൾപ്പെടുത്തുന്നത് എന്ന രീതിയിൽ. Any action that is framed, highlighted or displayed can be regarded as performance. അപ്പോൾ നമ്മൾ ഫ്രെയിം ചെയ്യുന്ന, നമ്മൾ ബോധപൂർവം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ഒരു പെർഫോമൻസ് എന്ന രീതിയിലാണ് പെർഫോമൻസ് സ്റ്റഡിക്കകത്ത് കണക്കാക്കുന്നത്. ഈവൻ ആർട്ട് ആൻഡ് ആർട്ടിഫാക്ട്സ് ആർ കൺസിഡേർഡ് പെർഫോമൻസസ് within this approach. Performance studies views them as expressions of the artist and analyzes how they communicate with the audiences over time. ഇനി ആർട്ടും ആർട്ടിഫാക്ട്സും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കൂടി ഇവിടെ ഒരു പെർഫോമൻസ് എന്ന രീതിയിലാണ് കണക്കാക്കുന്നത് പറയുന്നു. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ഒരു പെയിൻറ്റിങ്, ഒരു സ്കൾപ്ചർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു പെർഫോമൻസ് എന്ന രീതിയിലാണ് ഇവിടെ കണക്കാക്കുന്നത്. ഒരു ആർട്ടിസ്റ്റ് അത് പെർഫോം ചെയ്തതാണ്, അത് ഓഡിയൻസ് എങ്ങനെ അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അനലൈസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അമദിയോ മുദിഗ്ലിയാനി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ പെയിൻറ്റർ ഉണ്ടായിരുന്നു. പണ്ട് പിക്കാസോയുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അയാളുടെ പെയിൻറ്റിങ്ങുകൾക്കൊരു സവിശേഷത എന്ന് പറയുന്നത്, അയാൾ വരയ്ക്കുന്ന ചിത്രങ്ങളിലെ ആളുകൾക്ക് അയാൾ കണ്ണ് വരയ്ക്കാറില്ല. കണ്ണിൻ്റെ സ്ഥാനത്ത് ബ്ലാങ്ക് ആയിട്ട് കൊണ്ടാണ് അയാൾ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. അതിന് കാരണമായിട്ട് അയാൾ പറയുന്നത്, ഞാൻ നിങ്ങളുടെ ആത്മാവ് കാണുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ കണ്ണ് വരയ്ക്കുമെന്നാണ്. അത് നിങ്ങളുടെ മനസ്സ് ഞാൻ മനസ്സിലാക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ കണ്ണ് വരയ്ക്കുമെന്നാണ് അദ്ദേഹം പറയാറുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കണ്ണ് വരച്ചിട്ടുള്ള ഒരേ ഒരു പെയിൻറ്റിങ് മാത്രമാണ് വരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കാമുകിയുടെ പെയിൻറ്റിങ്ങിലാണ് അദ്ദേഹം കണ്ണ് വരച്ചിട്ടുള്ളത്. ബാക്കി എല്ലാവരുടെ പെയിൻറ്റിങ്ങിലും അദ്ദേഹം ഈ കണ്ണുകളുടെ സ്ഥാനത്ത് ബ്ലാങ്ക് ആയിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു പെയിൻറ്റിങ് നമ്മൾ കാണുന്ന സമയത്ത് അവിടെ ഒരു പെർഫോമൻസ് ഉണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാരണം അയാൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കോട്ട്, ഞാൻ നിങ്ങളുടെ ആത്മാവിനെ കാണുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ കണ്ണുകൾ വരയ്ക്കുമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ പഴയ ജോർജിയൻ പെയിൻറ്ററായിരുന്ന നിക്കോ പിരസ്മാണിയുടെ ഉദാഹരണങ്ങൾ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. പിരസ്മാണിയുടെ പെയിൻറ്റിങ്ങുകൾക്കകത്ത് വരുന്നത് ആൾക്കൂട്ടങ്ങളാണ്. ഇങ്ങനെ സദ്യയ്ക്ക് അല്ലെങ്കിൽ ആഘോഷങ്ങൾക്ക് ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന ചിത്രങ്ങളാണ് അയാളിങ്ങനെ വരയ്ക്കുന്നത്. പക്ഷേ അവിടെ വരുന്നൊരു പെർഫോമൻസ് എന്ന് പറയുന്നത്, ഇയാൾ ജീവിതം കാലം മുഴുവനും ഒറ്റയ്ക്ക് ജീവിച്ചിട്ടുള്ള ഒരാളാണ്. അയാൾക്ക് മറ്റുള്ളവരുടെ കൂടെ ഇങ്ങനെ കൂടിച്ചേരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിന് സാധിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അയാളുടെ ആഗ്രഹങ്ങളാണ് അയാളവിടെ വരയ്ക്കുന്നത് എന്ന രീതിയിൽ നമുക്ക് ആ ഒരു പെയിൻറ്റിങ്ങിന് ഒരു പെർഫോമൻസ് ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഈ പെയിൻറ്റിങ് ആയാലും സ്കൾപ്ചർ ആയാലും മറ്റ് ആർട്ടിഫാക്ട്സ് ആയിക്കഴിഞ്ഞാലും അവയൊക്കെയും തന്നെയും ഒരു പെർഫോമൻസ്, അതായത് ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു പെർഫോമൻസ് എന്ന രീതിയിലാണ് പെർഫോമൻസ് സ്റ്റഡിക്കകത്തുള്ള അപ്രോച്ച് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഓഡിയൻസ് അത് എങ്ങനെ
മനസ്സിലാക്കുന്നു, എങ്ങനെ അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പെർഫോമൻസ് സ്റ്റഡിക്കകത്ത് അനലൈസ് ചെയ്യുന്നു. അപ്പോൾ പൊതുവിൽ നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത് പെർഫോമൻസ് സ്റ്റഡിക്കകത്ത് ഒന്നും ഒഴിവാക്കുന്നില്ല, എല്ലാ കാര്യങ്ങളെയും ഒരു പെർഫോമൻസ് എന്ന രീതിയിലാണ്. ആർട്സ്, സ്പോർട്സ്, മീഡിയ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ, അതിപ്പോൾ പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള ആളുകൾ നമുക്കറിയാം, നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കും. ഇലക്ഷനിലൊക്കെ മത്സരിക്കുന്ന ആളുകൾ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കും. ചിലപ്പോൾ പരിചയം കൂടി ഇല്ലാത്ത ആളായിരിക്കും, ചിലപ്പോൾ കയ്യൊക്കെ വീശി കാണിക്കും. അതൊരു പെർഫോമൻസ് ആണ്. അതല്ലെങ്കിൽ നമ്മൾ ടീച്ചേഴ്സ് വരുന്ന സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നത്, പ്രായമായവരുടെ ബഹുമാനം കാണിക്കുന്നത്, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ പെർഫോമൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഹ്യൂമൻ ആക്ഷൻസ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളെയും പെർഫോമൻസ് എന്ന രീതിയിലാണ് എടുക്കുന്നത് എന്ന് പറയുന്നു. പെർഫോമൻസ് സ്റ്റഡീസ് ഓൾസോ എൻഗേജസ് വിത്ത് കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ പെർഫോമൻസസ്. പിന്നീട് സാംസ്കാരികവും രാഷ്ട്രീയവുമായിട്ടുള്ള പെർഫോമൻസുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. കൾച്ചറലി ഇറ്റ് റെക്കഗ്നൈസസ് ദാറ്റ് സൊസൈറ്റീസ് ആർ ഓൾവേസ് ഇൻ കോണ്ടാക്ട് ആൻഡ് ഇൻഫ്ലുവൻസ് വൺ അനദർ. അപ്പോൾ സാംസ്കാരികമായിട്ട് പറയുന്നത് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സംസ്കാരങ്ങളൊന്നുമില്ല, എല്ലാ സമൂഹങ്ങളും ഇങ്ങനെ പരസ്പരം ബന്ധപ്പെടുന്നത് കൊണ്ട് ഈ കൾച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട് എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള വസ്ത്രധാരണ രീതിയിലും ഭക്ഷണ രീതിയിലും ഒക്കെ തന്നെയും വിദേശ രാജ്യങ്ങളുടെ സംസ്കാരങ്ങളുടെ ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ളത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽ കൾച്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. പക്ഷേ എങ്കിൽ തന്നെയും however, it also analyzes the power imbalances within these interactions, such as those caused by globalization, colonialism and media dominance. എന്നാൽ അതേ സമയത്ത് തന്നെ ഈ കൾച്ചറുകൾ തമ്മിലുള്ള ഇൻറ്ററാക്ഷനകത്തുള്ളൊരു പവർ ബാലൻസിനെ കുറിച്ചിട്ടും പെർഫോമൻസ് സ്റ്റഡിക്കകത്ത് പരിശോധന വിധേയമാക്കുന്നുണ്ട്. ഗ്ലോബലൈസേഷൻ, കൊളോണിയലിസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, നമ്മുടെ എല്ലാ സ്കൂളുകളിലും ഇംഗ്ലീഷ് നിർബന്ധമായിട്ടും പഠിക്കുന്നുണ്ട്. എന്നാൽ ഇംഗ്ലണ്ടിലെ സ്കൂളുകളിൽ മലയാളം പഠിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം നമുക്കറിയാം എന്താണ്, കൊളോണിയലിസം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഇങ്ങനെ വിവിധ രാജ്യങ്ങളിലേക്ക് പോയതിൻ്റെ ഭാഗമായിട്ടാണ് അത് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഭക്ഷണ രീതിയിലോ അല്ലെങ്കിൽ വസ്ത്രധാരണ രീതിയിലോ മറ്റ് ആർട്ടിലും കൾച്ചറിലും ഒക്കെ ഇതുപോലെ ഇൻട്രാക്ഷൻസ് നടക്കുന്ന സമയത്ത് എന്താണ്, ഒരു പവർ ഇംബാലൻസ് ഉണ്ട്. ഒരു കൾച്ചർ മറ്റൊരു കൾച്ചറിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നത് പോലെയാണ് അത് സംഭവിക്കുന്നത് എന്ന രീതിയിൽ പൊളിറ്റിക്കലായിട്ടുള്ള അനാലിസിസാണ് ഈ ഒരു സാംസ്കാരിക പഠനത്തിനകത്ത് പെർഫോമൻസ് സ്റ്റഡീസ് നടത്തുന്നത്. Then, such a politically charged analysis extends to media performances, which are used by different groups both as tools of dominance and as a means of resistance. ഇനി മീഡിയ പെർഫോമൻസിനെ സംബന്ധിച്ചിട്ടും ഇതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കലി ചാർജ്ഡ് അനാലിസിസ് ആണ് നടത്തുന്നത്. നമ്മൾ ലാംഗ്വേജ് ഇൻ ആക്ഷനിൽ പറഞ്ഞു പോയിട്ടുള്ളതാണ് മീഡിയ ആളുകളുടെ പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ. പിന്നെ ഈ ഒരു പൊളിറ്റിക്കൽ പെർഫോമൻസിനെ സംബന്ധിച്ച് പറയുന്നത്, ഈ രാഷ്ട്രീയക്കാർ നമ്മൾ നേരത്തെ പറഞ്ഞു, അവർ ഇലക്ഷൻ്റെ സമയത്ത് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ വൈകാരികമായിട്ട് പ്രസംഗിക്കുന്നതായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെർഫോമൻസ് ആയിട്ട് കണക്കാക്കുന്നു. ഇനി റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടും പെർഫോമൻസ് വരുന്നു. ഇപ്പോൾ പ്രതിഷേധ പരിപാടികൾ, സമരങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമുക്കറിയാം. അത്തരത്തിൽ പൊളിറ്റിക്കലായിട്ടുള്ള പെർഫോമൻസിനെ കുറിച്ചിട്ടും കൾച്ചറലായിട്ടുള്ള പെർഫോമൻസിനെ കുറിച്ചിട്ടെല്ലാം തന്നെയും ഈ പെർഫോമൻസ് സ്റ്റഡിക്കകത്ത് പഠന വിധേയമാക്കുന്നുണ്ട്. പെർഫോമൻസ് സ്റ്റഡീസ് സീക്സ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ദീസ് ഡൈനാമിക്സ് ഓപ്പറേറ്റ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പെർഫോമൻസ് സ്റ്റഡിക്കകത്ത് പഠന വിധേയമാക്കുന്നു. The field is defined by its openness and flexibility. വീണ്ടും നമ്മൾ പെർഫോമൻസ് സ്റ്റഡിയുടെ പ്രത്യേകതകളിലേക്ക് വരികയാണ്. ഓപ്പൺനെസ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, മനുഷ്യ ജീവിതത്തിലെ വിവിധ മേഖലകളിലുള്ള എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തുന്ന വളരെ ഓപ്പൺ ആയിട്ടുള്ള ബ്രോഡായിട്ടുള്ള ഒരു ഫീൽഡ് എന്ന രീതിയിലാണ് നമ്മൾ പെർഫോമൻസ് സ്റ്റഡിയെ കാണുന്നത്. ഇറ്റ് റിഫ്ലെക്ട്സ് ക്ലിഫോർഡ് ഗീറ്റ്സ് ഒബ്സർവേഷൻ ദാറ്റ് കൾച്ചറൽ അനാലിസിസ് ഈസ് ഓൾവേസ് ഇൻകംപ്ലീറ്റ്. പിന്നെ പറയുന്നത് കൾച്ചറൽ അനാലിസിസ് എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആണ്. നമുക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളെ അനലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. കാരണം അത് പല ഘടകങ്ങളുമായിട്ട് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ദ ഡിസിപ്ലിൻ അലൈൻസ് ഇറ്റ്സെൽഫ് വിത്ത് അവാൻഗാർഡ് ആൻഡ് മാർജിനൽ ട്രഡീഷൻസ്. മറ്റൊരു പോയിന്റ് പറയുന്നത് അവാൻഗാർഡ് മാർജിനൽ ട്രഡീഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് പെർഫോമൻസ് സ്റ്റഡീസ് എന്നാണ്. അവാൻഗാർഡ് എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിക് മൂവ്മെൻ്റ് ആണ്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും ഡ്രാമയ്ക്കകത്ത് തന്നെ. അതായത് പരീക്ഷണ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആർട്ട് ഫോമിനെയാണ് നമ്മൾ അവാൻഗാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെർഫോമൻസ് സ്റ്റഡിക്കകത്തും നമ്മളെന്താണ്, ഇതുവരെയുള്ള ഒരു പഠന രീതികൾക്ക് വ്യത്യസ്തമായിട്ട് പുതിയ തരത്തിൽ നമ്മൾ പറഞ്ഞ ഇതുവരെയുള്ള പഠന രീതികൾ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ അല്ല, അത് ന്യൂട്രൽ ആണെന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ കാണുന്നത്. ഇവിടെ പക്ഷേ അതിന് വ്യത്യസ്തമായിട്ടുള്ള അപ്രോച്ച്, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള, അതായത് സമൂഹത്തിൽ പാർശ്വവൽകൃതരായിട്ടുള്ള ആളുകളുടെ കൂടെ നിൽക്കുന്ന തരത്തിലുള്ള ഒരു അപ്രോച്ചൊക്കെ ഇതിനകത്തുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും.
Performance studies is more than the sum of its inclusions. It examines performance across all forms to address the complexities of artistic expression and cultural life in ways that no single medium-based discipline can. പിന്നെ പറയുന്നത് പെർഫോമൻസ് സ്റ്റഡി എന്ന് പറയുന്നത് മോർ ദാൻ ദ സം ഓഫ് ഇറ്റ്സ് ഇൻക്ലൂഷൻസ്. പെർഫോമൻസ് സ്റ്റഡിക്കകത്ത് പല ഫീൽഡുകൾ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആന്ത്രപ്പോളജി ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, കൾച്ചറൽ സ്റ്റഡീസ് ഉണ്ട്, ലിംഗ്വിസ്റ്റിക്സ് ഉണ്ട്, ആർട്ട് ഉണ്ട്, പെയിൻറ്റിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ വിവിധ പഠന മേഖലകൾ ഈ പെർഫോമൻസ് സ്റ്റഡിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കൂടിച്ചേർന്നാൽ പെർഫോമൻസ് സ്റ്റഡി ആയി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് അതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒന്നാണ് പെർഫോമൻസ് സ്റ്റഡി എന്നാണ് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. ഇത്തരത്തിൽ ഈ ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ്റെയും അതുപോലെ തന്നെ മനുഷ്യരുടെ സാംസ്കാരിക ജീവിതത്തിലും ഇതുപോലെ ആളുകൾ എങ്ങനെ എന്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ പെർഫോമൻസ് സ്റ്റഡിക്കകത്ത് പഠനവിധേയമാക്കുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.